ആഹ് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് മേയിൽ ചേരാൻ കഴിയാത്തത്? 1947 ഒക്ടോബറിലായിരുന്നു ആ ലേഖനം എഴുതിയത്. ഡിയർ എസ്, പ്രിയപ്പെട്ട എഐകളെ, ഡോക്ടർ ബോബ് ആൻഡ് ഐ ഹാവ് എ പ്രോബ്ലം. വി ഹാഡ് ലൈക്ക് ടു ഷെയർ ഇറ്റ് ഫ്രാങ്ക്ലി വിത്ത് യു. എനിക്കും ബോബിനും ഒരു പ്രശ്നമുണ്ട്. അത് നിങ്ങളുമായി തുറന്നു പറയാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യഥാർത്ഥത്തിൽ AI has a score of founders, men and women without whose special contribution AI might never have been. ആഹ് യഥാർത്ഥത്തിൽ എക്ക് സ്ഥാപകർ എന്ന സ്ഥാപകന്മാരായിട്ട് ഒരുപാട് പേരുണ്ട്. മെൻ ആൻഡ് വുമൺ വിത്തൗട്ട്, സ്ത്രീകളും പുരുഷന്മാരുമായി ഒരു കൂട്ടം ആളുകളുണ്ട്. അവരുടെ പ്രത്യേക സംഭാവനകളില്ലാതെ എ ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. Might never have been. But somehow the title founder seems to have attached itself almost solely to Dr. Bob and me. എന്നാൽ എങ്ങനെയോ സ്ഥാപകൻ എന്ന തലക്കെട്ട് ഏതാണ്ട് ഡോക്ടർ ബോബിനും എനിക്ക് മാത്രമായി ഘടിപ്പിച്ചതായി തോന്നുന്നു. ഞങ്ങളുടെ തലക്കെട്ടിലേക്ക് ഘടിപ്പിച്ചതായി തോന്നുന്നു. A phenomenon due perhaps to the general lack of information about our early days. നമ്മുടെ ആദ്യകാലങ്ങളെക്കുറിച്ചുള്ള പൊതുവായ വിവരങ്ങളുടെ അഭാവം കൊണ്ടായിരിക്കാം ഈ പ്രതിഭാസം വന്നത്. This sentiment through it prompts us to set us somewhat apart from the whole is deeply touching us to us both. ഈ വികാരം അല്ലെങ്കിൽ ഞങ്ങൾ സ്ഥാപകർ എന്നുള്ള വികാരം ഞങ്ങളെ മൊത്തത്തിൽ നിന്ന് അല്ലെങ്കിൽ എയുടെ മൊത്തത്തിൽ നിന്ന് വേറിട്ട് നിർത്താൻ എകളെ പ്രേരിപ്പിക്കുന്നുവെങ്കിലും ഞങ്ങളെ രണ്ടുപേരെയും അത് ആഴത്തിൽ സ്പർശിക്കുന്നുണ്ട്. Deeply touching us both. We surely have more reasons for gratitude than anyone in the world. ലോകത്തിലെ മറ്റാരേക്കാളും ഞങ്ങൾ നമുക്ക് തീർച്ചയായും നന്ദിയുള്ളവരായി പറയാൻ കൂടുതൽ കാരണങ്ങളുണ്ട്. But we are beginning to ask ourselves if this overemphasis will be good for AI in the long run. Is so much sentiment for the founders entirely wise? അതായത് ഞങ്ങള് ലോകത്തിലുള്ള എല്ലാവരെക്കാളും എഐകളുടെ എല്ലാവരെക്കാളും നന്ദിയുള്ളവരായി കാണുന്നുണ്ട്. നമുക്ക് തീർച്ചയായും അത് പറയാനായിട്ട്, നന്ദിയുടെ കാരണങ്ങൾ പറയാനായിട്ട് കൂടുതൽ കാര്യങ്ങളുണ്ട്. എന്നാൽ ഈ അമിതമായിട്ടുള്ള ഊന്നൽ ദീർഘകാല അടിസ്ഥാനത്തിൽ സ്ഥാപകൻ എന്ന് പറയുന്ന എന്നെയും ബോബിനെയും വിളിക്കുന്നത് ദീർഘകാല അടിസ്ഥാനത്തിൽ എഐക്ക് നല്ലതായിരിക്കുമോ എന്ന് നമ്മൾ സ്വയം ചോദിക്കാൻ തുടങ്ങുന്നു. സ്ഥാപകർക്ക് ഇത്രയധികം വികാരം പൂർണ്ണമായും ജ്ഞാനമാണോ? അല്ലെങ്കിൽ സ്ഥാപകർ ഈ സോ മച്ച് സെന്റിമെന്റ് ഫോർ ദ ഫൗണ്ടേഴ്സ് എൻറ്റയർലി വൈസ്, അല്ലെങ്കിൽ സ്ഥാപകർ എന്ന് ഞങ്ങളെ വിളിക്കുന്നത് അത് ബുദ്ധിപരമാണോ, ജ്ഞാനമാണോ? Perhaps we AIs can become a new kind of human society. ഒരുപക്ഷെ നമുക്ക് അയാൾക്ക് ഒരു പുതിയ തരം മനുഷ്യ സമൂഹമായി മാറിയേക്കാം. To a degree hitherto unknown, AI may be able to function upon the power of its own fundamental principles rather than upon the prestige of inspiration of a highly personalized leadership. ഇതുവരെ അജ്ഞാതമായ ഒരു പരിധിവരെ വളരെ വ്യക്തിപരമാക്കിയ നേതൃത്വത്തിന്റെ അന്തസ്സിലോ പ്രചോദനത്തിലോ അല്ലാതെ സ്വന്തം അടിസ്ഥാന തത്വങ്ങളുടെ ശക്തിയിൽ പ്രവർത്തിക്കാൻ എഐക്ക് കഴിഞ്ഞേക്കും. upon the power of its own fundamental principle. എഐക്ക് അവന്റെ സ്വന്തം തത്വങ്ങളിൽ rather than upon the prestige of inspiration of highly personalized leadership. ഏതെങ്കിലും വളരെ വ്യക്തിപരമാക്കിയ നേതൃത്വത്തിന്റെ അന്തസ്സിലോ പ്രചോദനത്തിലോ അല്ലാതെ എഐക്ക് ഇപ്പോൾ സ്വന്തം അടിസ്ഥാന തത്വങ്ങളിലൂടെ ശക്തിയാൽ പ്രവർത്തിക്കാൻ കഴിയും. Thus the whole can become of transcending importance over any part. Continued unity and success can then mostly depend upon God as we understood him, working vitally in thousands of hearts rather than a few. അതുകൊണ്ട് അങ്ങനെ മുഴുവൻ ഏയകളും ഏത് ഭാഗത്തേക്കാളും അതീതമായി പ്രാധാന്യമുള്ളതായി മാറും. തുടർച്ചയായ ഐക്യവും വിജയവും ദൈവത്തെ ആശ്രയിച്ചിരിക്കും, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവശക്തിയെ ആശ്രയിച്ചിരിക്കും. കാരണം അവൻ ഏതാനും ഹൃദയങ്ങളിൽ മാത്രമല്ല ആയിരക്കണക്കിന് ഹൃദയങ്ങളിൽ സുപ്രധാനമായി പ്രവർത്തിക്കുന്നുവെന്ന് നാം ഇപ്പോൾ മനസ്സിലാക്കുന്നു. What as we understood him, working vitally in സുപ്രധാനമായി in thousands of hearts rather than a few. കുറച്ചു പേരുടെ ഇതിലല്ല, എല്ലാവരിലും വർദ്ധിക്കുന്നതായി അല്ലെങ്കിൽ ജീവിക്കുന്നതായി നമ്മൾ മനസ്സിലാക്കുന്നു. Deep down, I think we have begun to sense this magnificent possibility. ആഴത്തിൽ ഞങ്ങൾ ഏയകൾ ഈ മഹത്തായ സാധ്യത മനസ്സിലാക്കാൻ തുടങ്ങിയെന്ന് ഞാൻ കരുതുന്നു. The widening convictions that active leadership ought to be transitory and rotating. സജീവമായ നേതൃത്വം ക്ഷണികവും ഭ്രമണവുമായിരിക്കണമെന്ന വിശാലമായ ബോധ്യം എപ്പോഴുണ്ട്. റൊട്ടേറ്റിംഗ് ആയിരിക്കണം, നേതൃത്വം എപ്പോഴും റൊട്ടേറ്റ് ചെയ്തുകൊണ്ടായിരിക്കണം. അത് ക്ഷണികവുമായിരിക്കണം, അല്ലെങ്കിൽ കുറച്ചു കാലത്തേക്ക് മാത്രമായിരിക്കണം. ട്രാൻസിസ്റ്ററി, കടന്നു പോകുന്നതായിരിക്കണം. ദാറ്റ്
each AI group with respect to its own affairs need be accountable only to its own conscience, that our committee and boards are really servants, not officials, that we was a movement or to remain poor, so avoiding the risk of disrupting wealth, that an individual members of AA should remain anonymous before the general public. These are the signs and portents of a unique future. Such concepts certainly leave little room for a prestige clothed leadership. അതായത് ഓരോ എ ഗ്രൂപ്പും സ്വന്തം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് സ്വന്തം മനസ്സാക്ഷിയോട് മാത്രം ഉത്തരവാദിത്തമുള്ളവരായിരിക്കണം. ഞങ്ങളുടെ കമ്മിറ്റികളും ബോർഡുകളും ശരിക്കും സേവകരാണ്, അവരൊരു ഉദ്യോഗസ്ഥന്മാരല്ല. ഒരു പ്രസ്ഥാനം എന്ന നിലയിൽ നാം ദരിദ്രമായി തുടരണം, അല്ലെങ്കിൽ ദരിദ്രരായി തുടരണം. അതിനാൽ സമ്പത്തിനെ അല്ലെങ്കിൽ കൂടുതൽ വെൽത്തിനെ തടസ്സപ്പെടുത്തുന്നതിനുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കണം, അല്ലെങ്കിൽ സമ്പത്ത് സമ്പാദിക്കുന്നതിനുള്ള അപകട സാധ്യതകൾ ഒഴിവാക്കണം. എയുടെ വ്യക്തിഗത അംഗങ്ങൾ എന്ന നിലയിൽ നമ്മൾ പൊതുജനങ്ങൾക്ക് മുന്നിൽ അനോണിമിറ്റി, അജ്ഞാതരായി നിലകൊള്ളണം. ഇതൊരു സവിശേഷമായ ഭാവിയുടെ അടയാളങ്ങളാണ്. ഇത്തരം സങ്കല്പങ്ങൾ തീർച്ചയായും ഒരു അന്തസ്സുള്ള നേതൃത്വത്തിന് ചെറിയ ഇടം മാത്രമേ നൽകുന്നുള്ളൂ. Such a concept certainly leave little room for a prestige clothed leadership. അല്ലെങ്കിൽ അന്തസ്സുള്ള ക്ലോത്ത്, അല്ലെങ്കിൽ അന്തസ് എന്ന് പറയുന്ന ക്ലോത്ത് ധരിച്ചിരിക്കുന്ന, വസ്ത്രം ധരിച്ചിരിക്കുന്നവർക്ക് ലീഡർഷിപ്പിന് ചെറിയൊരു ഇടം മാത്രമേ എയുടെ ഉള്ളിലുള്ളൂ. ബട്ട് സം വിൽ സേ, എന്നാൽ ചിലർ പറയും, how shall we make such a vision actually work when most society have to rely so greatly on management, money, and heavily publicized leadership exercising powerful persons' suasion? Yet incredibly, we are beginning to see our vision come alive. എന്നാൽ ചിലർ പറയും, മിക്ക സമൂഹങ്ങളും അതൊരു മാനേജ്മെന്റ് ഉണ്ട്, പണമുണ്ട്, ശക്തമായ വ്യക്തിപരമായ പ്രേരണകൾ പ്രയോഗിക്കുന്ന വൻതോതിലുള്ള പരസ്യമായ നേതൃത്വമുണ്ട്. അവയിൽ നിന്നെല്ലാം വ്യത്യസ്തമായി വളരെയധികം അങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ആശ്രയിക്കേണ്ടി വരുമ്പോൾ അത്തരം ഒരു കാഴ്ചപ്പാട് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നമ്മൾക്ക് പ്രവർത്തിക്കാൻ കഴിയുക? കാരണം അങ്ങനെയൊന്നും ഇല്ലാത്ത ഒരു പരിപാടി. എന്നിട്ടും അവിശ്വസനീയമായ വിധം നമ്മുടെ കാഴ്ചപ്പാട് സജീവമാകുന്നത് ഞങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. കാരണം മറ്റുള്ള ഇതുപോലെ മാനേജ്മെന്റോ മണിയോ ഓവർ ഹെവിലി പബ്ലിസൈസ്ഡ് ലീഡർഷിപ്പോ അല്ലെങ്കിൽ പുറം ലോകം തിരിച്ചറിയുന്ന രീതിയിലുള്ള പരസ്യങ്ങളോ ലീഡർഷിപ്പ് നേതൃത്വത്തിന്റെ പരസ്യങ്ങളോ ഒന്നും നമുക്ക് നമുക്ക് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ കഴിയുന്നത്? പക്ഷെ വി ആർ ബിഗിനിങ് ടു സീ അവർ വിഷൻ കം അലൈവ്. പക്ഷെ നമ്മുടെ ആ കാഴ്ചപ്പാട് ഇപ്പോൾ ജീവിക്കുന്നതായിട്ട് നമ്മൾ അല്ലെങ്കിൽ സജീവമാകുന്നതായി നമ്മൾ കണ്ടിരിക്കുന്നു. ഈവൻ ദോ we persist in looking with misgiving on any large accumulations of money or personal prestige in the name of alcoholism, as we do continue to grow despite the absence of those sometimes unstable factors upon which other human endeavors must so often depend. എന്നിട്ടും നമ്മുടെ ഇത്തരം അവിശ്വസനീയമായ വിധമുള്ള കാഴ്ചപ്പാട് സജീവമാകുന്നത് ഞങ്ങൾ കാണാൻ തുടങ്ങിയിരിക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന പേരിൽ പണത്തിന്റെ വലിയ ശേഖരണമോ വ്യക്തിപരമായ അന്തസ്സിനെയോ തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിലും മറ്റ് മനുഷ്യ പ്രയത്നങ്ങൾ പലപ്പോഴും ആശ്രയിക്കേണ്ട ചില അസ്ഥിര ഘടകങ്ങളുടെ അഭാവത്തിലും ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതായത് വി ആർ ആൽക്കഹോളിക്സ് ഈവൻ ദോ നൗർ എനി ലാർജ് അക്യുമുലേഷൻ ഓഫ് മണി, അതായത് കൂടുതൽ even though we persist looking misgiving on any large accumulation of money, കൂടുതൽ പണം, പേഴ്സണൽ പ്രസ്റ്റീജ് ഇൻ ദ നെയിം ഓഫ് ആൽക്കഹോളിസത്തിന്റെ പേരിൽ സ്വന്തം ആത്മാഭിമാനം സംരക്ഷിക്കാനുള്ള എന്തെങ്കിലും പ്രവൃത്തികൾ, we do continue to grow despite the absence of those sometimes unstable factors upon which other human endeavors must do so often depend. പലപ്പോഴും മറ്റുള്ള പല കാര്യങ്ങളും ഇത്തരം അസ്ഥിരമായിട്ടുള്ള ഘടകങ്ങളുടെ ആശ്രയിച്ചിട്ടാണ് വളർന്നത്. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസിനെ സംബന്ധിച്ചിടത്തോളം സ്ഥിരതയില്ലാത്ത ഈ ഘടകങ്ങളുടെ അഭാവത്തിലും ഞങ്ങൾ വളർന്നുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വ്യക്തിപരമായ അന്തസ്സിനെയോ വലിയ പണശേഖരണത്തിനോ പരസ്യത്തിനോ ഒന്നും ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നില്ല. മറ്റ് പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ അതിന്റെ എല്ലാ അഭാവത്തിലും ആൽക്കഹോളിക്സ് അനോണിമസ് വളർന്നുകൊണ്ടിരിക്കുകയാണ്. വൈ ഇസ് ദിസ് പോസിബിൾ? എന്തുകൊണ്ടാണ് ഇത് സാധ്യമാകുന്നത്? ഈസ് ഇറ്റ് ബിക്കോസ് വി ആർ എ സുപ്പീരിയർ പീപ്പിൾ? നമ്മൾ ഒരു ഉയർന്ന ജനതയായതുകൊണ്ടാണോ? വെൽ, ഹാർഡ്ലി. ശരിയാണ്, പക്ഷെ പ്രയാസമാണ്. കൊള്ളാം, ഹാർഡ്ലി. അല്ലെങ്കിൽ നമ്മൾ ഒരു ഉയർന്ന ജനതയാകാനായിട്ട് പ്രയാസമാണ്. ഫാർ ഫ്രം ബീയിങ് ബെറ്റർ ദാൻ ആവറേജ്, വി ആർ ഷുവർലി മച്ച് മോർ വാല്യുബിൾ.
ശരാശരിയേക്കാൾ മികച്ചതെന്നതിലുപരി നമ്മൾ തീർച്ചയായും കൂടുതൽ തെറ്റിദ്ധാരണാജനകമാണ്. Strangely enough, our group strengths seem to stem from our individual and our potential weakness. നമ്മൾ തീർച്ചയായും കൂടുതൽ ശരാശരിയേക്കാൾ മികച്ചത് അല്ലെങ്കിൽ ഒരു ഉയർന്ന ജനതയേക്കാൾ എന്നാണ് നമ്മുടെ തോന്നൽ അല്ല. കാരണം നമ്മൾ ശരാശരിയേക്കാൾ മികച്ചത് എന്നതിനേക്കാൾ ഉപരി നമ്മൾ തീർച്ചയായും കൂടുതൽ തെറ്റിദ്ധരിച്ചിട്ടുള്ള ആളുകളാണ്. വിചിത്രം എന്ന് പറയട്ടെ, ഞങ്ങളുടെ ഗ്രൂപ്പിന്റെ ശക്തി നമ്മുടെ വ്യക്തിപരവും എപ്പോഴും സാധ്യതയുള്ളതുമായ ബലഹീനതയിൽ നിന്നാണ് ഉരുത്തിരിഞ്ഞത്. Strangely enough, our group strength seems to stem from our individual and our potential weakness. We are alcoholics. ഞങ്ങൾ മദ്യാസക്തരാണ്. Even though now recovered, ഇപ്പോൾ ഞങ്ങൾ സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും we are never too far removed from the possibility of fresh personal disaster. ഞങ്ങളിപ്പോൾ സുഖം പ്രാപിച്ചിട്ടുണ്ടെങ്കിലും പുതിയ വ്യക്തിഗതപരമായ ദുരന്തത്തിന്റെ സാധ്യതയിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും അകന്നു നിൽക്കുന്നവരല്ല. പേഴ്സണൽ ഡിസാസ്റ്റർ, വ്യക്തിപരമായ ദുരിതത്തിൽ നിന്ന് അകന്നു നിൽക്കുന്നവരല്ല. എപ്പോഴും ഞങ്ങൾക്ക് സാധ്യതയുള്ളവരാണ്. Each knows he must observe a high degree of honesty, humility and tolerance or else drink again. അതായത് ഉയർന്ന അളവിലുള്ള സത്യസന്ധത, ഉയർന്ന അളവിലുള്ള വിനയം, ഉയർന്ന അളവിലുള്ള സഹിഷ്ണുത എന്നിവ നമ്മൾക്കില്ല എങ്കിൽ, അവ വീണ്ടും വീണ്ടും നമ്മൾ നിരീക്ഷിച്ചില്ല എങ്കിൽ നമ്മൾ വീണ്ടും കുടിക്കും. ഈച്ച് നോസ് ഹി മസ്റ്റ് ഒബ്സർവ്, നിരീക്ഷിച്ചുകൊണ്ടിരിക്കണം ഉന്നത രീതിയിലുള്ള സത്യസന്ധതയും എളിമയും സഹനവും. അല്ലെങ്കിൽ ഓർ എൽസ് ഡ്രിങ്ക് അഗെയിൻ, വീണ്ടും നമ്മൾ കുടിക്കും. ഫോർ us of a to drink is to die. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോരുത്തർക്കും അറിയാം, എന്ന് ഞങ്ങൾ കുടിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. ഫോർ us of ഏകൾക്ക് കുടിക്കുക എന്നാൽ മരിക്കുക എന്നാണ് അർത്ഥം. ടു ലവ് ഗോഡ് ആൻഡ് ഫെലോ മെൻ ഇസ് ടു ലൈവ്. ദൈവത്തെയും സഹജീവികളെയും സ്നേഹിക്കുക എന്നത് ജീവിക്കുക എന്നതാണ് അർത്ഥം. ദൈവത്തെയും നമ്മുടെ സുഹൃത്തുക്കളെയും സഹജീവികളെയും സ്നേഹിക്കുക എന്നത് ജീവിക്കുക എന്നതാണ് അർത്ഥം. To love God and fellow men is to live. ജീവിക്കുക എന്നാണ് അർത്ഥം. Under such potent conditions, the impossible has become possible. അത്തരം ശക്തമായ സാഹചര്യങ്ങളിൽ അസാധ്യമായത് സാധ്യമായിരിക്കുന്നു. When each AI's life literally depends upon his unselfish service to others, when false pride, self-pity or unhealthy self-seeking is almost certain to be unmercifully chastised by John Barleycorn, he needs but a minimum of men-made rules or inspired leaders to hold him on the right course. അപ്പോ അത്തരം ശക്തമായ സാഹചര്യങ്ങളിൽ അസാധ്യമായത് സാധ്യമായിരിക്കുന്നു. ഓരോ ഏയുടെയും ജീവിതം അക്ഷരാർത്ഥത്തിൽ മറ്റുള്ളവർക്കുള്ള അവന്റെ നിസ്വാർത്ഥ സേവനത്തെ ആശ്രയിക്കുന്നതാണ്. തെറ്റായിട്ടുള്ള അഹങ്കാരം, സ്വയം സഹതാപം അല്ലെങ്കിൽ അനാരോഗ്യകരമായ സ്വയം അന്വേഷിക്കൽ അല്ലെങ്കിൽ വ്യക്തിഗത പ്രാധാന്യം അന്വേഷിക്കൽ എന്നിവ ജോൺ ബാർലിക്കോൺ നിഷ്കുരണം ശിക്ഷിക്കപ്പെടുമെന്ന് ഏതാണ്ട് ഉറപ്പായിരിക്കുമ്പോൾ അവനെ ശരിയായ പാതയിൽ നിർത്താൻ മനുഷ്യനിർമ്മിത നിയമങ്ങളോ പ്രചോദിതമായോ നേതാക്കളോ ആവശ്യമാണ്. അതായത് ജോൺ ബാർലിക്കോൺ, അതായത് മദ്യം അവനെ ഇതിൽ നിന്നെല്ലാം വ്യതിചലിച്ചാല് ഫോൾസ് പ്രൈഡ്, തെറ്റായ ആത്മാഭിമാനത്തിൽ നിന്നോ സ്വയം സഹതാപത്തിൽ നിന്നോ അവനെ കുറിച്ചുള്ള അൺഹെൽത്തി സെൽഫ് സീക്കിങ്, സ്വന്തം ഇച്ഛ അല്ലെങ്കിൽ സ്വാർത്ഥതയുടെ അനാരോഗ്യപരമായ സ്വാർത്ഥതയിൽ അവൻ അന്വേഷിച്ച് നടന്നാൽ ജോൺ ബാർലിക്കോൺ അവനെ അൺമേഴ്സിഫുള്ളി, ഒരു കരുണയുമില്ലാതെ ചാസ്റ്റിസൈഡ്, അവനെ ശിക്ഷിക്കും, അവനെ നശിപ്പിക്കും, അവനെ ഇല്ലാതാക്കും. ആരാണ്? ബൈ ജോൺ ബാർലിക്കോൺ. അതിനാണ് ജോൺ ബാർലിക്കോൺ എന്ന് പറയുന്നത് മദ്യത്തെ വിശേഷിപ്പിക്കുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണ്. ഹി നീഡ്സ് ബട്ട് എ മിനിമം ഓഫ് മെൻ മെയ്ഡ് റൂൾസ്. അവന് ആവശ്യം എന്താണ്? മനുഷ്യനിർമ്മിതമായ നിയമങ്ങളോ ഓർ ഇൻസ്പയർഡ് ലീഡേഴ്സ് ടു ഹോൾഡ് ഹിം ഓൺ ദ റൈറ്റ് കോഴ്സ്. അവനെ ശരിയായ പാതയിൽ നിലനിർത്താൻ മനുഷ്യനിർമ്മിത നിയമങ്ങളോ പ്രചോദിതമായ നേതാക്കളോ ആണ് ആവശ്യമായത്. Nor for long is he apt to continue anything harmful to AA unity. അതായത് ഞങ്ങൾ എന്തെങ്കിലും തരത്തിൽ എയുടെ ഐക്യത്തിന് ഹാനികരമായ ഒന്നും തുടരാൻ നമ്മൾ യോഗ്യതയില്ല, അല്ലെങ്കിൽ അങ്ങനെ ഐക്യമില്ലാതെ നമ്മൾ പ്രവർത്തിച്ചാൽ, നമ്മൾക്കത് ചെയ്യാൻ യോഗ്യതയില്ല. പക്ഷെ അങ്ങനെ ചെയ്താൽ നമുക്ക് എന്താണ് സംഭവിക്കുക? നോർ എ ലോങ് ഇസ് ആപ്റ്റ് ടു കണ്ടിന്യൂ എനിത്തിങ് ഹാംഫുൾ ടു എ യൂണിറ്റി. അതായത് എയുടെ ഐക്യത്തിന് വിഘാതമായി എന്തെങ്കിലും ചെയ്താൽ, he knows so well that we shall have to hang together.
ഞങ്ങൾ ഏകൾ ഒരുമിച്ച് തൂങ്ങി മരിക്കും. അല്ലെങ്കിൽ നമ്മൾ ഒരുമിച്ച് തൂങ്ങിക്കിടക്കണം. ഞങ്ങൾ ഏകൾ ഒരുമിച്ച് തൂങ്ങിക്കിടക്കണമെന്ന് അദ്ദേഹത്തിന് നന്നായി അറിയാം. അല്ലെങ്കിൽ വെവ്വേറെ തൂങ്ങി മരിക്കും. ഓർ എൽസ് ഹാങ് സെപ്പറേറ്റ്ലി. നമ്മൾ ഒരുമിച്ച് ആൽക്കോളിസമസിന്റെ ഉള്ളിൽ തൂങ്ങിക്കിടക്കണം. കാരണം നമുക്കറിയാം, നമ്മുടെ ഈ ഐക്യത്തെ നമ്മൾ നശിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മളെല്ലാം വേറെ വേറെ പോയി തൂങ്ങി മരിക്കും. സെപ്പറേറ്റ്ലി ഹാങ് ഓർ എൽസ് ഹാങ് സെപ്പറേറ്റ്ലി. At first living the spiritual life because he presently live it because he want to. അപ്പോ ഒന്നിച്ച് തൂങ്ങിക്കടന്നില്ലെങ്കിൽ, ഏയിൽ തൂങ്ങിക്കടന്നില്ലെങ്കിൽ വെവ്വേറെ തൂങ്ങി മരിക്കുക. ആദ്യം ആത്മീയ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമായതിനാൽ ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ജീവിക്കുന്നത്. നമ്മൾ അങ്ങനെ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്, ആത്മീയ ജീവിതം നയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് നമ്മൾക്കിപ്പോൾ ജീവിക്കാൻ സാധിക്കുന്നത്. Such is the truly providential circumstance in which we all find ourselves. That is why we are beginning to see new values in AA. We perceive in our midst a spiritual realm which can be little disturbed by the distractions of wealth, of self-serving, ego, sensuosity. അതുകൊണ്ട് ആത്മീയ ജീവിതം നയിക്കേണ്ടത് അത്യാവശ്യമെന്നതിനാൽ ഇപ്പോൾ അവൻ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് ഇപ്പോൾ ജീവിക്കുന്നത്. നാം എല്ലാവരും സ്വയം കണ്ടെത്തുന്ന യഥാർത്ഥ പ്രൊവിഡൻഷ്യൽ സാഹചര്യം ഇതാണ്. പ്രൊവിഡൻഷ്യൽ എന്ന് പറഞ്ഞാല് നമ്മളെ സംരക്ഷിക്കുന്ന മറ്റൊരു ആളുണ്ട്, അല്ലെങ്കിൽ നമ്മളെക്കാൾ ഉന്നത ശക്തി ഉണ്ടെന്നുള്ളതിലേക്ക് എത്താനുള്ള സാഹചര്യം ഇതാണ്. ദാറ്റ് ഈസ് വൈ വി ആർ ബിഗിനിങ് ടു സീ ന്യൂ വാല്യൂസ് ഇൻ എ. അങ്ങനെയാണ് നമ്മളെല്ലാവരും എയിൽ പുതിയ മൂല്യങ്ങൾ കാണാൻ തുടങ്ങിയത്. Presently because we want to. That is why we begin to see values. We perceive in our modest spiritual realm which can be little disturbed by the distractions of wealth or self-serving, egocentricity. അതായത് നമ്മുടെ ഇടയിൽ ഒരു ആത്മീയ മണ്ഡലം ഇപ്പോൾ ഞങ്ങൾ കാണുന്നു. അത് സമ്പത്തിന്റെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയോ സ്വയം സേവിക്കുന്ന അഹംഭാവം മൂലം അസ്വസ്ഥരാകുകയോ ചെയ്യാം. അപ്പം that is why beginning to see new values in AA. We perceive our mind as spiritual realm. അതായത് ആത്മീയമായിട്ടുള്ള മണ്ഡലം ഞങ്ങൾ ഇപ്പോൾ കാണുന്നുണ്ട്. പക്ഷേ വിച്ച് ക്യാൻ ബി ലിറ്റിൽ ഡിസ്റ്റർബ്ഡ് ബൈ ദ ഡിസ്ട്രാക്ഷൻ ഓഫ് വെൽത്ത്. അതായത് അത് എപ്പോഴാണ് നമുക്ക് ശല്യമായി തോന്നുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ വ്യതിചലിപ്പിക്കുന്നത്? നമുക്ക് പണം വരുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സെൽഫ് സെർവിങ്, ഈഗോ സെൻട്രിസിറ്റി, നമ്മളുടെ അഹംഭാവം മൂലം അല്ലെങ്കിൽ അഹങ്കാരത്തെ മൂലം മാത്രമാണ് അതിനെ അസ്വസ്ഥമാക്കാൻ കഴിയുള്ളൂ. Against this background, let's have another look at Dr. Bob and me. ഈ പശ്ചാത്തലത്തിൽ ഡോക്ടർ ബോബിനെയും എന്നെയും കൂടി പശ്ചാത്തലം ഒന്നുകൂടി നോക്കാം. Seemingly the larger AA grows, the more our particular part in its creations and continuance tends to be emphasized. പ്രത്യക്ഷത്തിൽ വലിയ രീതിയിൽ AA വളരുന്നുണ്ട്. അതിന്റെ സൃഷ്ടിയിലും തുടർച്ചയിലും ഞങ്ങളുടെ പ്രത്യേക ഭാഗം കൂടുതൽ ഊന്നി പറയുന്നുണ്ട്. Our status remains exceptional. ഞങ്ങളുടെ നില, അല്ലെങ്കിൽ ഞങ്ങളുടെ സ്റ്റാറ്റസ് അസാധാരണമായി തന്നെയാണ് തുടരുന്നത്. Nearly all other rarely AS have long since slipped over to the sidelines, where if they have retained the confidence of all, they are frequently consulted. മറ്റെല്ലാ ആദ്യകാല ഏകളും വളരെ കാലം മുമ്പ് തന്നെ എല്ലാവരുടെ ആത്മവിശ്വാസം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അവരുമായി ഇടയ്ക്കിടെ കൂടിയാലോചനകൾ നടത്തുന്ന വശത്തേക്ക് വഴുതി വീണു. അതായത് നിയർലി ഓൾ അതർ എയർലി ഏസ് ഹാവ് ലോങ് സിൻസ് സ്ലിപ്ഡ് ഓവർ ടു ദ സൈഡ് ലൈൻസ് വെയർ ഇഫ് ദേ ഹാവ് റീറ്റൈൻഡ് ദ കോൺഫിഡൻസ് ഓഫ് ഓൾ ദേ ആർ ഫ്രീക്വന്റ്ലി കൺസൾട്ടഡ്. അതായത് അവരോടൊപ്പം ചർച്ച ചെയ്യുക എന്നുള്ളത് അതിന്റെ സൃഷ്ടിയിലും അല്ലെങ്കിൽ മറ്റെല്ലാ ആദ്യകാല ഏകളും വളരെ കാലം മുമ്പേ തന്നെ എല്ലാവരുടെയും ആത്മവിശ്വാസം നിലനിർത്തിയിട്ടുണ്ടെങ്കിലും അവരുമായി ചില കാര്യങ്ങൾ കൂടിയാലോചിക്കുന്നതിന്റെ കാര്യത്തിൽ ഞങ്ങൾ ചില വശത്തേക്ക് വഴുതി വീണിട്ടുണ്ട്. By common consent, they have become unofficial coaches, reservoirs of longer experience to be sought out to the pinches. Their alma mater is now served by new teams. These two will have their day over the field, then finally retire. This is, we think, as it ought to be. അപ്പം പൊതുവായ സമ്മതത്തോടെ അവർ അനൗദ്യോഗിക കോച്ചുകളായി മാറി, ഞങ്ങളെ പരിശീലിപ്പിക്കുന്നവരായി മാറി, കൂടുതൽ അനുഭവ സമ്പത്തുള്ള റിസർവോയറുകളായി അവർ മാറി.
അവരുടെ ആൽമറേറ്റ് ഇപ്പോൾ പുതിയ ടീമുകൾ സേവിക്കുന്നു. ബൈ കോമൺ കൺസെന്റ് they were become unofficial coaches reservoir of long respect to be sought out in the pinches. ഓരോ സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ഓരോ പിഞ്ചുകളിലും അവർ ഞങ്ങളെ പറ്റി അന്വേഷിച്ചു. their alma mater is now served by new teams. അതുകൊണ്ട് അവര് പുതിയ ടീമുകളായിട്ട് സേവനം ചെയ്യുന്നു. They too will have their day on the field, then finally retire. എപ്പോഴൊക്കെയാണോ അവരുടെ പുതിയ ടീമുകളെ സേവിക്കാനായി അവർ മൈതാനത്ത് വരുന്നത്, ആ ദിവസം അവരവിടെ ഉണ്ടാകും. പിന്നീട് അവർ വിരമിക്കും. ദിസ് ഈസ് വി തിങ്ക് ആസ് ഇറ്റ് ought to be. ഒടുവിൽ വിരമിക്കും. ഇതാണ് ഞങ്ങൾ കരുതുന്നത്. അങ്ങനെ തന്നെയാണ് പോകുന്നത്. അതായത് സേവനം ചെയ്യുന്നവർ ഞങ്ങളെ പരിശീലിപ്പിക്കും, ഞങ്ങൾക്ക് ആവശ്യമായ അറിവുകൾ പകർന്നു തരും. ആ ടീമിന്റെ കോച്ചിങ് കഴിയുമ്പോൾ, ആ പരിശീലനം കഴിയുമ്പോൾ അവർ വിരമിക്കും. അടുത്ത ആളുകൾ വീണ്ടും വരും, പിന്നെ അടുത്ത ടീമിനെ പരിശീലിപ്പിക്കും. ഇങ്ങനെ തന്നെയാണ് ആൽക്കഹോളിക്സ് അനോണിമസ് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ചിന്തിക്കുന്നത്. ഡോക്ടർ ബോബ് ആൻഡ് ഐ ഫീൽ ദിസ് സൗണ്ട് ഡോക്ടറൈൻ ഷുഡ് അപ്ലൈ ടു അസ് ആസ് വെൽ. ഡോക്ടർ ബോബിനും എനിക്കും ഈ നല്ല സിദ്ധാന്തം ഞങ്ങൾക്കും ബാധകമാണെന്ന് തോന്നുന്നു. There seems no good reason to make an exception of the founders. അതുകൊണ്ട് തന്നെ സ്ഥാപകർ എന്നതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരു അപവാദം ഉണ്ടാക്കാൻ ഇതിനേക്കാൾ ഉപരിയായി വേറൊരു കാരണമില്ലെന്ന് ഞങ്ങൾക്ക് തോന്നുന്നു. അതുകൊണ്ട് ഞങ്ങളെ നോ ഗുഡ് റീസൺ ടു മേക്ക് ആൻ എക്സെപ്ഷൻ ഓഫ് ദർ ഫൗണ്ടേഴ്സ്. ഇതാണ് ഞങ്ങൾ നല്ലൊരു കാരണമായി നിങ്ങളോട് പറയുന്നത്. ഞങ്ങളെ സ്ഥാപകർ എന്ന രീതിയിൽ നിന്ന് എക്സെപ്ഷൻ കൊടുക്കണം, അല്ലെങ്കിൽ ഒഴിവാക്കണം. The more we early members continuously occupy the center of the AA stage, the more we shall be set risky precedents for a highly personalized and permanent leadership. തുടർച്ചയായി ഞങ്ങൾ ആദ്യകാല അംഗങ്ങൾ, അല്ലെങ്കിൽ ആദ്യകാലം എയിൽ വന്ന് എന്ന് പറയുന്ന ഞങ്ങൾ ആദ്യകാല അംഗങ്ങൾ എത്രത്തോളം തുടർച്ചയായി ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സ്റ്റേജിന്റെ കേന്ദ്രം, ആ സ്റ്റേജിന്റെ ഏറ്റവും മധ്യഭാഗം കൈവശപ്പെടുത്തുന്നുവോ, അത്രയധികം വ്യക്തിപരവും സ്ഥിരവുമായ ഒരു നേതൃത്വം വരുമ്പോൾ അപകട സാധ്യതയുള്ള മാതൃകകൾ ആണ് ഞങ്ങൾ സ്ഥാപിക്കുന്നത്. ഞങ്ങൾ കൂടുതൽ റിസ്കി പ്രൊസീഡൻസ് ആർ ഹൈലി പേഴ്സണലൈസ്ഡ് ആൻഡ് പെർമനന്റ് ലീഡർഷിപ്പ്. അപ്പോ കൂടുതൽ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളും കൂടുതൽ പെർമനന്റ് ലീഡർഷിപ്പും വരുത്താൻ പറഞ്ഞാൽ അത് അപകട സാധ്യത വരുത്തും. ടു എൻഷുർ വെൽ AI's ഫ്യൂച്ചർ, എയുടെ ഭാവി നന്നായി ഉറപ്പിക്കാൻ, ഇസ് ദിസ് നോട്ട് ബി വെരി തിങ് വി ഷുഡ് കെയർഫുള്ളി അവോയ്ഡ്? ഇത് തന്നെയല്ലേ നമ്മൾ ശ്രദ്ധാപൂർവം ഒഴിവാക്കേണ്ടത്? ഓഫ് കോഴ്സ്, തീർച്ചയായും. Dr. Bob and I do not want to ignore any special responsibility remaining still upon us. ഞാനും ഡോക്ടർ ബോബിനും, തീർച്ചയായും ഡോക്ടർ ബോബും ഞാനും, ഞങ്ങളുടെ മേൽ അവശേഷിക്കുന്ന പ്രത്യേക ഉത്തരവാദിത്തങ്ങളുണ്ടല്ലോ, അതിനെ അവഗണിക്കാൻ ഞങ്ങൾ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. ഇനിയും ഞങ്ങൾക്ക് ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റാനുണ്ട്. അതിനോടുള്ള അവഗണന കൊണ്ടല്ല ഞങ്ങൾ ഇത് പറയുന്നത്. അത് ഞങ്ങൾ ആ ഉത്തരവാദിത്തം തീർച്ചയായും ഞങ്ങൾ നിറവേറ്റും. ക്വൈറ്റ് ദ കോൺട്രറി. അവഗണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. തികച്ചും ഇതിൽ നിന്നെല്ലാം വിപരീതമായ ഒരു കാര്യമാണ്. Our personal mission today is probably that of helping AF from a sound tradition. അപ്പോ ഞങ്ങളുടെ മേൽ അവശേഷിക്കുന്ന പ്രത്യേക ഉത്തരവാദിത്തങ്ങളൊന്നും അവഗണിക്കാൻ ഞങ്ങൾക്ക് ആഗ്രഹിക്കുന്നില്ല. തികച്ചും വിപരീതമാണ് ഇതിന്റെ ആശയം. ഇന്നത്തെ നമ്മുടെ പ്രധാന ദൗത്യം ഒരുപക്ഷെ ഒരു നല്ല പാരമ്പര്യം രൂപപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ്. ഒരു നല്ല പാരമ്പര്യം, സൗണ്ട് ട്രഡീഷൻ, പാരമ്പര്യം രൂപപ്പെടുത്താൻ സഹായിക്കുക എന്നുള്ളതാണ് ഞങ്ങളുടെ മിഷൻ, ഞങ്ങളുടെ ദൗത്യം. ബട്ട് ഹൗ, ഫോർ എക്സാമ്പിൾ, ക്യാൻ ബി അഡ്വക്കേറ്റ് ദ ട്രഡീഷണൽ പ്രിൻസിപ്പിൾസ് ഓഫ് റൊട്ടേറ്റിംഗ് leadership or if we so allow the belief to grow that we ought to be permanent exception ourselves? Of course we cannot. തികച്ചും വിപരീതമാണ് ഞങ്ങൾ പറഞ്ഞ ആശയം. ഇന്നത്തെ നമ്മുടെ പ്രധാന ദൗത്യം ഒരു പക്ഷേ ഒരു നല്ല പാരമ്പര്യം രൂപപ്പെടുത്താൻ സഹായിക്കുക എന്നതാണ്. പക്ഷെ ഒരു ഉദാഹരണം പറയാം. നാം സ്വയം ശാശ്വതമായ അപവാദങ്ങളാകണം എന്ന വിശ്വാസം വളരാൻ അനുവദിക്കുകയാണെങ്കിൽ, അതായത് ഞാനില്ലാതെ ഇല്ല, അല്ലെങ്കിൽ ഞാനില്ലാതെ സ്വയം നമുക്ക് അങ്ങനെ തോന്നുകയാണ്, അങ്ങനെ ഒരു ശാശ്വതമായ അപവാദങ്ങളാകണമെന്ന വിശ്വാസം വളരാൻ അനുവദിക്കുകയാണെങ്കിൽ, ഞാനില്ലാതെ ഉണ്ടാകില്ല എന്ന വിശ്വാസമാണ് ഞാൻ വളരുന്നതെങ്കിൽ, ഭ്രമണം ചെയ്യുന്ന നേതൃത്വം എന്ന പരമ്പരാഗത തത്വത്തെ നമുക്ക് എങ്ങനെ ബാധിക്കാൻ കഴിയും? തീർച്ചയായും നമുക്ക് കഴിയില്ല. ഭ്രമണം ചെയ്യുക എന്ന് പറഞ്ഞാൽ റൊട്ടേഷൻ, നേതൃത്വത്തിലുള്ള ആളുകൾ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ തീർച്ചയായും നമുക്ക് അങ്ങനെ ഒരു പാരമ്പര്യത്തിന് നമുക്ക് വാദിക്കാൻ കഴിയുകയില്ല.
പെർമനന്റ് എക്സെപ്ഷൻ ourselves of course we cannot. നമുക്ക് അതിന് അങ്ങനെ ഒരു ഭ്രമണം ചെയ്യുന്ന നേതൃത്വം എന്ന പരമ്പരാഗത തത്വത്തെ നമുക്ക് അങ്ങനെ വാദിക്കാൻ കഴിയും? തീർച്ചയായും നമുക്ക് കഴിയില്ല. ടേക്ക് ഫോർ ഇൻസ്റ്റൻസ്, ഉദാഹരണത്തിന് എൻ്റെ ഒരു മൈ ഓൺ സിറ്റുവേഷൻ, എൻ്റെ സ്വന്തം സാഹചര്യം. It is known that my health is recently improved, but I am going to a large regional conference. എന്റെ ആരോഗ്യം അടുത്തിടെ മെച്ചപ്പെട്ടതായി അറിയുന്നു. ഞാനൊരു വലിയ പ്രാദേശിക സമ്മേളനത്തിന് പോകുന്നുവെന്ന് കരുതുക. Instantly come warm but most urgent invitations to speak at gatherings all over North America. Most I is being a good salesman. The pressure on me is truly enormous. ഞാനൊരു വലിയ പ്രാദേശിക സമ്മേളനത്തിന് പോകുന്നുവെന്ന്. വടക്കേ അമേരിക്കയിൽ ഉടനീളമുള്ള ഒത്തുചേരലുകളിൽ സംസാരിക്കാനുള്ള ഊഷ്മളവും എന്നാൽ അടിയന്തരവുമായ ക്ഷണങ്ങൾ ഉടനടി വരും. മിക്ക ഏഐകളും നല്ല വിൽപ്പനക്കാരായതിനാൽ എൻ്റെ മേലുള്ള സമ്മർദ്ദം വളരെ വലുതാണ്. അതായത് നോർത്ത് അമേരിക്കയിൽ അല്ലെങ്കിൽ വടക്കേ അമേരിക്കയിലുള്ള പല ആളുകളും എന്നെ അവർക്ക് അടിയന്തരമായിട്ട് വന്ന് സംസാരിക്കണമെന്ന് ക്ഷണിക്കുന്നുണ്ട്. അവര് നല്ല വിൽപ്പനക്കാരാണ്. അതുകൊണ്ടാണ് ഞാൻ തന്നെ വരണമെന്ന് എൻ്റെ മേല് വളരെയധികം സമ്മർദ്ദം ചെലുത്തുകയാണ്. While it's a wonderful feeling to be so much wanted, this but do leave me in the middle of an acute dilemma, a real heartbreaker. വളരെയധികം ആഗ്രഹിച്ചിരിക്കുക, അതായത് എന്നെ ക്ഷണിക്കുന്നതിനായി അവർ അല്ലെങ്കിൽ എന്നെ കാണുന്നതിനായി അവർ വളരെയധികം ആഗ്രഹിച്ചിരിക്കുന്നത് അതിശയകരമായ ഒരു വികാരമാണെങ്കിലും ഈ ലേലങ്ങൾ എന്നെ ഒരു നിശ്ചിത ധർമ്മസങ്കടത്തിന്റെ നടുവിലേക്കാണ് വിടുന്നത്. ഒരു യഥാർത്ഥ ഹൃദയം തകർക്കുന്നവനായി മാറിയിരിക്കുന്നു, അല്ലെങ്കിൽ ഹൃദയം തകർന്നവനായി ഞാൻ മാറുന്നു. കാരണം അവർ വളരെയധികം അവർ ആവശ്യപ്പെടുന്നു. അവരൊക്കെ എന്നെ അവരുടെ ആ ഒരു ആവശ്യം നിറവേറ്റാതായിരിക്കുമ്പോൾ ഞാൻ ഹൃദയം നുറുങ്ങി പോകുന്നവനാകുന്നു. ഹൗ ഇൻ ഫെയർനെസ് can I speak at 10 anniversary dinners and I refuse 90? How can I make special recordings or telephone talks for all these occasions? അതായത് 10 വാർഷിക അത്താഴങ്ങളിൽ സംസാരിക്കാനും 90 നിരസിക്കാനും എനിക്ക് എങ്ങനെ കഴിയും? ഈ അവസരങ്ങളിലെല്ലാം എനിക്ക് എങ്ങനെ പ്രത്യേക റെക്കോർഡിങ്ങുകളോ ടെലിഫോൺ സംഭാഷണങ്ങളോ നടത്താനാകും? Or again, how can I respond to all the mail I receive? How can I advise hundreds of individuals and groups about their special problems? It is a physical impossibility, even though I could somehow accomplish all these things and so remain in the center of AA affairs indefinitely. Would that be best for AA in the long run? Surely you will agree it would not. അതായത് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പ്രത്യേക റെക്കോർഡിങ്ങുകളായിട്ടോ ടെലിഫോൺ സംഭാഷണങ്ങളിലൂടെ എങ്ങനെ നടത്താനാവും? അല്ലെങ്കിൽ 90 മീറ്റിങ്ങുകൾ ഞാൻ എങ്ങനെ പങ്കെടുക്കാനാവും? അല്ലെങ്കിൽ എങ്ങനെ നിരസിക്കാനാവും? അല്ലെങ്കിൽ വീണ്ടും എനിക്ക് ലഭിക്കുന്ന എൻ്റെ തപാലുകളിൽ വരുന്ന കത്തുകൾക്ക് ഞാൻ എങ്ങനെ അവരോട് മറുപടി അയക്കും? നൂറുകണക്കിന് വ്യക്തികളോടും ഗ്രൂപ്പുകളോടും അവരുടെ പ്രത്യേക പ്രശ്നത്തെക്കുറിച്ച് എനിക്ക് എങ്ങനെ ഉപദേശിക്കാൻ കഴിയും? അത് ശാരീരികമായി അസാധ്യമല്ലേ? ഇത്ര കാര്യങ്ങളിലെല്ലാം എനിക്ക് പോകാൻ കഴിയുമോ? ഈ കാര്യങ്ങളെല്ലാം എനിക്ക് എങ്ങനെയെങ്കിലും പൂർത്തിയാക്കാൻ കഴിയുമെങ്കിലും കാര്യങ്ങളുമായുടെ കേന്ദ്രത്തിൽ ഞാൻ അനിശ്ചിതമായി തുടരാൻ കഴിയുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ എനിക്കിതൊക്കെ ചെയ്തുകൊണ്ട് അതിന്റെ കേന്ദ്ര ബിന്ദുവായി തുടരാൻ കഴിയുമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ അതായിരിക്കും നല്ലതല്ല, ഇല്ലെന്ന് തീർച്ചയായും നിങ്ങൾ സമ്മതിക്കുകയും ചെയ്യും. ദീർഘകാലാടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ എയുടെ ഏറ്റവും സെന്ററിൽ ഞാൻ ഇരിക്കുന്നതും അതിന്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നതും നല്ലതല്ല, നിങ്ങളും അത് സമ്മതിക്കും. So the problem for Dr. Bob and me comes down to this. അതുകൊണ്ട് ഡോക്ടർ ബോബിന്റെയും എന്റെയും പ്രശ്നം ഇതിലേക്ക് വരുന്നു. We shall somehow have to decide just what few things we are still specially fitted to do for AA and within the limits of our health set about them. AAക്കായി ഞങ്ങൾ ഇപ്പോഴും പ്രത്യേകം യോഗ്യരായ ചില കാര്യങ്ങൾ എങ്ങനെയെങ്കിലും തീരുമാനിക്കേണ്ടതുണ്ട്. കൂടാതെ ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ പരിധിക്കുള്ളിൽ അവയെ കുറിച്ച് തീരുമാനിക്കുകയും ചെയ്യും. I ought to be coming down to the. We shall somehow have to decide just what few things we are still specially fitted to do for AAക്ക് വേണ്ടി ചെയ്തേക്കാം അല്ലെങ്കിൽ ചെയ്യാൻ കഴിയുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്ന സ്യൂട്ടബിൾ ആണെന്ന് വിശ്വസിക്കുന്ന ചില കാര്യങ്ങൾ അത് ചെയ്യാൻ കഴിയും. പക്ഷെ അതിന് ഞങ്ങളുടെ ആരോഗ്യത്തിന്റെ സഹായത്തിന്റെ അതിന്റെ ഉള്ളിൽ നിന്നുകൊണ്ട്. For my part, I feel I ought to do much more writings, more AA grapevine pieces, more pamphlets and possibly a new book dealing with the vital matter of AA unity. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കൂടുതൽ എഴുതേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. കൂടുതൽ ആൽക്കോളിസ് അനോണിമസിന്റെ മുന്തിരി അല്ലെങ്കിൽ ഗ്രേപ്പ് വൈൻ എന്ന് വെച്ചാൽ മുന്തിരി വള്ളി മലയാളത്തില് അതിന്റെ കഷ്ണങ്ങളായിട്ട് എനിക്ക് എഴുതാൻ കഴിയും. കൂടുതൽ ലഘുലേഖകൾ എഴുതാൻ കഴിയും. ഒരു പക്ഷേ ഐക്യത്തിന്റെ സുപ്രധാന വിഷയമായി
ബന്ധപ്പെട്ട ഒരു പുതിയ പുസ്തകം തന്നെ ഞാൻ എഴുതാം. ഒരു പുതിയ പുസ്തകം തന്നെ എനിക്ക് എഴുതാൻ കഴിയും. മാറ്റർ ഓഫ് എ യൂണിറ്റി, ഐക്യത്തെക്കുറിച്ച്. This material ought to be widely informative of our developing traditions and of the little understood AA General Service Center. Occasionally, I would like to appear at the larger regional gatherings for the purpose of discussing these matters with as many AA as possible. അപ്പോൾ ഇത്ര ലേഖകൾ അല്ലെങ്കിൽ ഐക്യത്തെക്കുറിച്ചുള്ള ഒരു പുതിയ പുസ്തകം തന്നെ എനിക്ക് ഈ മെറ്റീരിയൽ ഞങ്ങളുടെ വികസന പാരമ്പര്യങ്ങളെക്കുറിച്ചും അധികം മനസ്സിലാക്കിയിട്ടില്ലാത്ത പൊതുസേവന കേന്ദ്രത്തെക്കുറിച്ചും വ്യാപകമായി വിവരമുള്ളതായിരിക്കണം. ഇടയ്ക്കിടെ കഴിയുന്നത്ര എയുമായി ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിനായി വലിയ പ്രാദേശിക സമ്മേളനങ്ങളിൽ പങ്കെടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അതായത് റീജിയണൽ കമ്മിറ്റികളിൽ ഞാൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നു. Over the next 2 or 3 years, it will be desirable to broaden the base of our General Service Center here at New York so that it can include yearly meetings out of town, as with the trustees of the Alcohol Foundation, the AA General Service staff, and the AA Grapevine editors. That is to be called the General Service Conference of Alcoholics Anonymous. ഇടയ്ക്കിടെ കഴിയുന്നത്ര ഈ കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സമ്മേളനം പങ്കെടുക്കാനായിരിക്കുന്നു. അടുത്ത 2-3 വർഷങ്ങൾക്കുള്ളിൽ ന്യൂയോർക്കിലെ ഞങ്ങളുടെ പൊതുസേവന കേന്ദ്രത്തിന്റെ ജനറൽ സർവീസ് ഓഫീസിന്റെ അടിത്തറ വിപുലമാക്കുന്നത് അഭികാമ്യമാണ്. അതിലൂടെ ആൽക്കഹോളിക് ഫൗണ്ടേഷന്റെ ട്രസ്റ്റികൾ, ജനറൽ സർവീസ് ഓഫീസിലെ സ്റ്റാഫുകൾ, ഗ്രേപ്പ്വൈൻ എഡിറ്റർമാർ എന്നിവരുമായി ഈ ന്യൂയോർക്ക് നഗരത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ ഈ അമേരിക്കയിലെ വിവിധ നഗരങ്ങളിലുള്ള എകളുമായി വാർഷിക മീറ്റിംഗിൽ അവരെ ഉൾപ്പെടുത്താൻ കഴിയും. ഇതിനെ ആൽക്കഹോളിക് അനോണിമസിന്റെ പൊതുസേവന സമ്മേളനം എന്നാണ് വിളിക്കുന്നത്. പൊതുസേവന സമ്മേളനം, ജനറൽ സർവീസ് കോൺഫറൻസ്. അത്തരം ഒരു കോൺഫറൻസ് നിർമ്മിക്കാൻ സഹായിക്കുക എന്നത് ഒരു യഥാർത്ഥ കടമയാണ്. To help construct such a conference will be real task which may eventually require us to visit a number of our large AA centers the country over. ഒരു യഥാർത്ഥ കടമയാണ്. അതോടുവിൽ രാജ്യത്തുടനീളമുള്ള ഞങ്ങളുടെ നിരവധി വലിയ സെന്ററുകൾ സന്ദർശിക്കാൻ ആവശ്യമായി വന്നേക്കാം. എയുടെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് ഇവ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണെന്ന് തോന്നുന്നു. For the good AA as a whole, this seems the things most needful to be done. If those projects are ever to be finished, I am sure we can do little else. To succeed, we shall need real freedom of decision and a few diversions. Hence, we beg your wholehearted cooperation. അതുകൊണ്ട് എയുടെ മൊത്തത്തിലുള്ള നന്മയ്ക്ക് ഇവ ചെയ്യേണ്ടത് ഏറ്റവും ആവശ്യമായ കാര്യങ്ങളാണെന്നാണ് തോന്നുന്നത്. ഈ പദ്ധതികൾ എപ്പോഴെങ്കിലും പൂർത്തിയാകുമെങ്കിൽ ഞങ്ങൾക്ക് മറ്റൊന്നും ചെയ്യാനാകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. വിജയിക്കാൻ നമുക്ക് യഥാർത്ഥ തീരുമാന സ്വാതന്ത്ര്യവും കുറച്ച് വ്യതിചലനങ്ങളും ആവശ്യമാണ്. അതിനാൽ നിങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടുള്ള സഹകരണം ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു. Though these assignments are still before us, Dr. Bob and I are now going to confess a deep yearnings. As private citizens of AA, we shall often wish to come and go among you like other people without any special attention. And while we could like always to keep the wonderful satisfaction of having been among the originators, we hope you will begin to think of us as early as only, not as founders. So can't we join AA too as our bill? ഈ നിയമനങ്ങൾ ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ടെങ്കിലും ഡോക്ടർ ബോബും ഞാനും ഇപ്പോൾ ആഴമായ ആഗ്രഹം ഏറ്റുപറയാൻ പോവുകയാണ്. എയുടെ സ്വകാര്യ പൗരന്മാർ ആണ് ഞങ്ങൾ എയുടെ സ്വകാര്യ പൗരന്മാരാണ്. പ്രൈവറ്റ് സിറ്റിസൺസ്, സ്വകാര്യ പൗരന്മാരാണ്. പ്രത്യേക ശ്രദ്ധയില്ലാതെ മറ്റുള്ളവരെ പോലെ നിങ്ങളുടെ ഇടയിൽ വരാനും പോകാനും ഞങ്ങൾ ഇപ്പോഴും ആഗ്രഹിക്കുകയാണ്. ഉത്ഭവിച്ചവരിൽ ഒരാളായിരുന്നു എന്ന മഹത്തായ സംതൃപ്തി ഇപ്പോഴും നിലനിർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിലും നിങ്ങൾ ഞങ്ങളെ സ്ഥാപകർ എന്നല്ല ആദ്യകാല എകളായി മാത്രം കണക്കാക്കാൻ തുടങ്ങുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ്. അതിനാൽ നമുക്കും എയിൽ ചേരാൻ കഴിയില്ലേ? എന്നത്തെയും പോലെ ബിൽ ഡബ്ല്യു എന്ന് പറഞ്ഞുകൊണ്ടാണ്, അതായത് തങ്ങളെ എയുടെ പൗരന്മാരായി പ്രൈവറ്റ് സിറ്റിസൺ ആയിട്ട് കണ്ടാൽ മതി, എയുടെ ഫൗണ്ടേഴ്സായി സ്ഥാപകരായി മാറ്റി നിർത്തേണ്ടതില്ല, നമ്മളെല്ലാവരും ഒന്നാണെന്നുള്ള അർത്ഥത്തിലാണ് ബിൽ ഡബ്ല്യു ലേഖനം അവസാനിപ്പിക്കുന്നത്. ആസ് അവർ ബിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ലേഖനം അവസാനിക്കുന്നത്. അടുത്ത ലേഖനത്തിലേക്ക് പോകാം.